ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണില്ല? അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു ക്ലാസ് ഇല്ലാത്തൊരു ദിവസമാണ്, ശനിയാഴ്ച ആണ് ഇന്ന്. അപ്പോൾ രാവിലെ സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി ഇങ്ങനെ നിന്ന്, എന്നിട്ട് നേരെ പിന്നെ അടുക്കളയ്ക്ക് വന്ന്. ഇന്നിപ്പോൾ മദ്രസ 7 മണിക്കാണ് മോൾക്ക്, അതുകൊണ്ട് 6:45 മദ്രസയിലേക്ക് പോകണം. അപ്പോൾ ആദ്യം തന്നെ അടുക്കളയ്ക്ക് വന്നാൽ കുടിക്കാനുള്ള വെള്ളമൊക്കെ ഒന്ന് ചൂടാക്കി വെക്കാറുണ്ട്. അപ്പം നേരെ അതൊക്കെ ഒന്ന് ചൂടാക്കി വെക്കണം, എന്നിട്ട് വേണം പിന്നെ ചായൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ. ഇപ്പം മോൾ അവിടെ ഇരുന്നിട്ട് പഠിക്കുന്നുണ്ട്. ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് സമാധാനമുണ്ട്. നമുക്കാണെങ്കിലും പിള്ളേർക്കാണെങ്കിലും തിരക്ക് പിടിച്ചിന്ന് പോകണ്ടല്ലോ. ഇപ്പോൾ അതുകൊണ്ട് എന്നും ഇങ്ങനെ സ്കൂളിൽ മദ്രസയിൽ പോകണം മുന്നേ ഒരു 5-10 മിനിറ്റ് എടുത്ത വിഷയമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാറുണ്ട്. അപ്പോൾ അവളങ്ങനെ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ നേരെ വെള്ളമൊക്കെ ചൂടാക്കാൻ വെച്ചതിന് ശേഷം ചായ വെക്കാമെന്ന് വിചാരിച്ച്. കാരണം ഇന്ന് മോൾക്ക് ചായ കുടിച്ചിട്ട് പോകണം. ഇവിടുത്തെ കട്ടൻ ചായ വേറെ അങ്ങനെ എന്തെങ്കിലും കഴിക്കുള്ളൂ. കാരണം ഇനിയിപ്പോൾ ഇന്ന് 7 മണിക്ക് പോയാൽ പിന്നെ വന്നത് 9 മണിയൊക്കെ ആയിരിക്കും. അപ്പോൾ അത്രയും നേരം ആകുമ്പോൾ വിശന്നിട്ടിരിക്കണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ കുടിക്കാറൊന്നുമില്ല. കാരണം 7 ആകുമ്പോഴത്തേക്കും വരാറുണ്ട് മദ്രസ കഴിഞ്ഞിട്ട്. അപ്പോൾ മോൾക്കുള്ള ചായയൊക്കെ ഒന്ന് അവിടെ റെഡിയാക്കി വെക്കണം. ആദ്യം തന്നെ മോൾക്കുള്ള ചായയൊക്കെ ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബാക്കി ചായയാണിപ്പോൾ നമ്മുടെ ഫ്ലാസ്കിലേക്ക് ഒഴിച്ച് വെക്കാറുള്ളത്. അപ്പം അതൊക്കെ ഒഴിച്ച് വെച്ചതിന് ശേഷം മോൾക്കിനി ചായ കൊണ്ടു കൊടുക്കണം. അങ്ങനെ മോൾക്കുള്ള ചായയൊക്കെ കൊടുത്തതിന് ശേഷം മോൾ അതൊക്കെ കുടിച്ച് മദ്രസയിലേക്ക് പോയി. ഞാൻ പിന്നെ കുടിക്കാൻ വെച്ചുള്ള വെള്ളത്തിലേക്ക് നമ്മുടെ ജീരകം ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുത്തിട്ട് ഇന്ന് വെള്ളം തിളപ്പിച്ചില്ലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് പകുതി ഇതായിട്ടുണ്ട്, തിളക്കാറായിട്ടുണ്ട് വെള്ളം. അപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ചതിന് ശേഷം അതൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെച്ച്, എന്നിട്ട് ഇനി നമുക്ക് രാവിലെ കഴിക്കാനുള്ളതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇന്ന് പാൽപ്പുട്ട് ഉണ്ടാക്കാമെന്ന് ഓർത്ത്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് പാൽപ്പുട്ട്. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കണം. അതിന് നമ്മൾ 1.5 കപ്പ് പൊടിയാണ് എടുത്തുള്ളത്. അതിലേക്ക് ഉപ്പും ചേർത്ത് അതൊക്കെ ഒന്ന് നന്നായി കുഴച്ച് വെച്ചതിന് ശേഷം അതിൽ നമ്മൾ പൊടി എടുത്ത അതേ സെയിം അളവിൽ തന്നെയാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തുള്ളത്. ആ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ പിന്നെ അതങ്ങനെ കുഴക്കാനൊന്നും നിന്നില്ല. അതങ്ങനെ തന്നെ അങ്ങോട്ട് മൂടി മാറ്റി വെച്ചിട്ടുണ്ടായി. പിന്നെ പുട്ടിൽക്കുള്ള ആവശ്യമുള്ള തേങ്ങയൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുകയാണ്. പുട്ടിൽക്കും വേണം, പിന്നെ നമ്മൾ കറിക്കും വേണം. കറിക്കല്ല, പുട്ട് ചൂടാനും വേണം, അതിലേക്ക് കുഴക്കാനും വേണം. അങ്ങനെ 2 ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 ക്യാരറ്റ് വേണം. ചെറുതായത് കൊണ്ടാണ് ഇത് 2 എടുത്തത്. വലുതാണെങ്കിൽ 1 മതി. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം. അങ്ങനെ പിന്നെ നേരെ അതൊക്കെ ഒന്ന് ചൂടാക്കി വെക്കണം. അപ്പോൾ ഒരു പാത്രം വെച്ചിട്ട് നമ്മൾ അതിലേക്ക് നെയ്യാണ് ഒഴിച്ച് കൊടുക്കാറ്. നെയ്യോ വെളിച്ചെണ്ണ എന്തായാലും കുഴപ്പമില്ല, പക്ഷേ നെയ്യ് ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. ഞാൻ നെയ്യ് ഒഴിച്ചിട്ടും അതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടും ചെയ്തിട്ടുണ്ടായി. പക്ഷേ എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയത് നെയ്യ് ഒഴിച്ചിട്ടായിരുന്നു. അപ്പോൾ ആ നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് തേങ്ങ കൊന്നിട്ട് തേങ്ങ ഒരു അത്യാവശ്യം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. തേങ്ങയ്ക്ക് അത്യാവശ്യം റോസ്റ്റ് ആയതിന് ശേഷം അതിലേക്ക് നമ്മുടെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കണം. അങ്ങനെ ക്യാരറ്റ് അതിലേക്കൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ഇതാക്കും. ഇപ്പം നല്ല മണമായിരിക്കും വന്നത്. തേങ്ങ വറുത്ത മണയും നെയ്യിൻ്റെതും ഒക്കെ ആയിട്ട് നല്ല മണമായിരിക്കും ഈ ടൈമിൽ. അങ്ങനെ അതൊക്കെ വറുത്ത് കഴിഞ്ഞാൽ അത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിരുന്ന പുട്ടുണ്ടല്ലോ, അത് നന്നായി കുതിർന്നിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ ഒന്ന് ഉടച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 2.5 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരം നമ്മൾ ഇഷ്ടത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2.5 സ്പൂൺ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഇട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കില്ലേ, അതെല്ലാം ഒന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതും ഒന്ന് മിക്സാക്കി എടുക്കണം.
പയ്യെ മിക്സാക്കിയാൽ മതി, ഒരുപാടിട്ട് മിക്സാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അതെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കണം. അതെല്ലാം മിക്സായി വന്നതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാറ്. ഒരു 1/2 കപ്പ് അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഇത് പാലിലും ചെയ്തെടുക്കാം. നമ്മൾ ആ കുതിർത്തില്ലേ അതിന് പകരം പാൽ ഒഴിച്ചാലും മതി, വെള്ളത്തിന് പകരം. അങ്ങനെ പുട്ടിൻ്റെ ഇതൊക്കെ അവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി പുട്ട് ചുടാം. ഇത് നമ്മൾ ആദ്യം ഇച്ചിരി തേങ്ങ മാറ്റി വെച്ചില്ല, അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഫസ്റ്റിലും ലാസ്റ്റിലും മാത്രം തേങ്ങ ഇടണുള്ളൂ, നടുവിലൊന്നും നമ്മൾ തേങ്ങ ഇടണില്ല. പുട്ട് അവിടെ റെഡി ആയിരിക്കുമ്പോൾ ഇതിലേക്കൊരു മുട്ടക്കറി തയ്യാറാക്കാമെന്ന് ഓർത്ത്. എനിക്ക് സംഭവം ഈ പുട്ട് ഇങ്ങനെ വെറുതെ കഴിക്കാനാണ് ഇഷ്ടം, പക്ഷെ ഇവിടേക്കാക്ക് കറി വേണം, എന്ത് ആയാലും അതിലേക്കൊരു കറി വേണം. അപ്പോൾ അതിലേക്കൊരു സിമ്പിളായിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറി അതിലേക്ക് തയ്യാറാക്കണം. ആ ടൈമിൽ നമ്മൾ പുട്ടൊക്കെ ഇവിടെ വെന്തിട്ടുണ്ടായി, അപ്പോൾ നല്ല മണമായിരിക്കും ഈ പുട്ടിന്. ഇത് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റ് ആയിരിക്കും, പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. അങ്ങനെ പുട്ടൊക്കെ അവിടെ ഒരു ഭാഗത്താവുന്ന സമയത്ത് കറി ഉണ്ടാക്കാൻ ഓർത്ത്. കറിക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് സവാള ഒരു 2.5 സവാള, 2.5 സവാള എന്ന് വെച്ചാൽ ചെറിയ സവാളാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ ഒരു 1.5 സവാളൊക്കെ മതിയാവും. പിന്നെ അതിലേക്ക് നമ്മളൊരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഉപ്പും ചേർത്ത് എല്ലാം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ചേർത്ത് കൊടുത്തു, വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതൊക്കെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് തക്കാളി ചേർത്ത്, നല്ല പഴുത്ത തക്കാളിയാണ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തത്. നല്ല ചെറിയൊരു തക്കാളിയാണ് ചേർത്ത് കൊടുത്തത്. വലിയ തക്കാളി ആണെങ്കിൽ പകുതി ചേർത്താൽ മതി നമുക്ക്. എന്നിട്ട് തക്കാളിയും എല്ലാം ഒന്ന് വെന്തുടഞ്ഞതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കണം. നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി അതൊക്കെയാണ് ചേർത്ത് കൊടുത്തത്. ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ഇച്ചിരി ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതെല്ലാം പച്ചമണം മാറുന്ന വരെ നമ്മളതിങ്ങനെ ഒന്ന് ഇതാക്കിയെടുക്കണം. അതിലേക്ക് പിന്നെ നമ്മൾ നമ്മുടെ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തില്ല. അതിന് പകരം വേണമെങ്കിൽ നമ്മുടെ ചൂടുവെള്ളം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്താലും മതിയാവും. പക്ഷെ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കറിയിൽ മുട്ട പുഴുങ്ങിയിട്ട് നമ്മൾ ചേർക്കാറില്ല, അങ്ങനെ മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാറില്ല. അങ്ങനെ പൊട്ടിച്ച പാടെ നമ്മളത് മിക്സാക്കി അങ്ങനെയൊന്നും ചെയ്യില്ല. അങ്ങനെ തന്നെ അത് അവിടെ കിടന്നിട്ട് ഇങ്ങനെ വെന്തോളും. അപ്പോൾ അവിടെ അങ്ങനെ കട്ട പോലെ ഇരിക്കും. കറിയൊക്കെ ഒന്ന് തിളച്ചിതായി വന്ന ഒരു വശം വെന്ത് കഴിഞ്ഞാൽ നമ്മളതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പം ഒട്ടും ഉടയാതെ തന്നെ നമുക്ക് മുട്ടയൊക്കെ കിട്ടും. അങ്ങനെ കറിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇച്ചിരി വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ പച്ചമുളക് ഒന്ന് ചെറുതാക്കി കീറിയിട്ട് ഇട്ട് കൊടുക്കും. അതുപോലെ കറിവേപ്പിലയും വെച്ചിട്ട് അതൊരു ഇച്ചിരി നേരം മൂടി വെക്കും. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ചായ കുടിക്കാനിരുന്ന്, ഇന്നിപ്പോൾ ഇക്കാക്ക് ജോലി ഉണ്ടായതുകൊണ്ട് എല്ലാവരും ചായ കുടിച്ചിട്ട് പിന്നെ ഇക്ക നേരെ ജോലിക്ക് പോയി. ക്ലാസ് ഇല്ലാത്ത ടൈമിലായിരിക്കും രാവിലെ എല്ലാവരും ഒരുമിച്ചിരിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ പിള്ളേർക്കൊക്കെ നേരത്തെ കൊടുക്കണം. അങ്ങനെ ചായ കുടി കഴിഞ്ഞതിന് ശേഷം മോനിക്ക് മദ്രസ 9 മണിക്കാണ്. ക്ലാസ് ഇല്ലാത്തതുകൊണ്ടാണ്, സ്കൂളില്ലാത്തതുകൊണ്ടാണ്. അപ്പം മോനൊന്ന് ഞാൻ മദ്രസയിൽ കൊണ്ട് വിട്ടുകൊടുത്തിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ ചായ കുടിച്ച പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കണം. ഈ സമയത്ത് നമുക്ക് ളുഹാ നിസ്കാരമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ നിസ്കാരവും കാര്യങ്ങളൊന്നും ഇതിൽ കാണിക്കില്ല. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുടിച്ച പാത്രം ഇതൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട്.
അങ്ങനെ പാത്രമൊക്കെ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കണം. മോള് വന്നിട്ടുണ്ടായിട്ടാ. മോള് 9 മണിയാകുമ്പോഴത്തേക്കും മോള് വന്നിട്ടുണ്ടായി. മോനിക്ക് പിന്നെ 9:30ക്കാണ് ക്ലാസ്. അങ്ങനെ പാത്രം കഴുകലെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് മുറ്റം തൂക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായി. കാരണം രാത്രിയൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു. നല്ല മഴ വെച്ചാൽ നല്ല മഴയും കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് മറ്റേ നല്ല ഇതൊക്കെ ഉണ്ടായിരുന്നു, ഇലകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വീടൊക്കെ ഒന്ന് തുടച്ചിടണം. അങ്ങനെ നമ്മുടെ വാഷ് ബേസിനൊക്കെ ഒന്ന് തേച്ച് കഴുകി എന്നിട്ട് പിന്നെ വീടൊക്കെ ഒന്ന് തുടക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായി. അങ്ങനെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടതിന് ശേഷം ഇന്ന് ഞാൻ ഓർത്ത് ഒരു പാക്ക് ഉണ്ടാക്കണം. ഞാൻ ഞായറാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ഏതെങ്കിലും ഒരു ദിവസം മോളുള്ള ദിവസം മോളെ തലയിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു പാക്ക് തേച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ കാണുന്ന വീഡിയോ ഞാൻ തലേ ദിവസം രാത്രി ചെയ്തതായിരുന്നു. കാരണം 2 സ്പൂൺ ഉലുവയും കരിഞ്ജീരകയും അത് കഞ്ഞിവെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് ഇട്ടായിരുന്നു. നമ്മൾ ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളമാണ് ചേർത്തുള്ളത്. അപ്പോൾ ആ കഞ്ഞിവെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ടായി. ഇത് രാത്രി ചെയ്താൽ മതി. അപ്പോൾ രാവിലെയൊക്കെ നമുക്ക് കുളിക്കാൻ വേണ്ടി ആക്കുമ്പോൾ അത് പാക്കാക്കിയിട്ട് തേക്കാം. ഇത് താരനുണ്ടെങ്കിലും പിന്നെ അതുപോലെ തന്നെ മുടി കൊഴിച്ചിലിനും കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ്. ഇത് ആഴ്ചയിൽ 1 പ്രാവശ്യങ്ങളും ചെയ്താൽ മതി. നല്ല റിസൾട്ടായിരിക്കും ഇതിന്. ഇതിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന അന്ന് രാവിലെയാണ് ഇത് ഏകദേശമൊക്കെ ഒന്ന് നല്ല കുതിർന്നിട്ടുണ്ടാവും. ഇനി ഇത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് എടുക്കണം. ഒരു കട്ട അങ്ങനെ ഒന്നും ഇല്ലാതെ നന്നായിട്ട് അടിച്ചെടുക്കണം. ഇത് ഞാൻ മെയിനായിട്ട് ഇത് മോൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യാറ്. കാരണം മോൾക്ക് അത്യാവശ്യം മുടി ഉണ്ട്, അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ മുടിയൊക്കെ ഒന്ന് ഇതാകാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മൾ ഒരുപാട് വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ അറിയാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഈ വെള്ളം ഇപ്പോൾ ഒഴിച്ച വെള്ളം കളയണ്ട, അത് നല്ല വെള്ളമാണ്. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ ഇച്ചിരിച്ചായിട്ട് ചേർക്കേണ്ടി വരും. അങ്ങനെ അതൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളം കുറവാണ്. അപ്പോൾ നമ്മൾ ആ ഉലുവട്ട വെള്ളം തന്നെയാണ് ഇതിലൊഴിച്ച് കൊടുക്കാറ്. അങ്ങനെ അതൊക്കെ ഒഴിച്ച് പിന്നെ ബാക്കി വെള്ളം അവിടെ ഉണ്ട്. ബാക്കി വെള്ളം എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം വേറെ വെച്ചായിരുന്നു. ഇനി വെള്ളം തികഞ്ഞില്ലെങ്കിൽ ഇത് കുറുകും, നന്നായി ഇങ്ങനെ കുറുകിയ പോലെ ഭയങ്കര കട്ടിയായിരിക്കും. അപ്പോൾ നമുക്ക് വെള്ളം ചേർക്കേണ്ടി വരും. അങ്ങനെ അതൊക്കെ ആക്കി നമ്മളത് അരിച്ചെടുക്കണം. അരിച്ചെടുത്ത് തേക്കുന്നതായിരിക്കും നല്ലത്. കാരണം അരിക്കാതെ തേച്ചാൽ നമ്മളെ തലേയിൽ നിന്ന് അത് പോകാൻ ഭയങ്കര പാടായിരിക്കും. ഇതാകുമ്പോൾ കുളിച്ച് മുടിയൊക്കെ ഉണങ്ങി കഴിഞ്ഞാൽ പൊക്കോളും. അങ്ങനെ ഇതൊക്കെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അത്